നമസ്കാരം. ന്യൂസ് സമന്വയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിസ്റ്റർ സുകുമാരൻ നായർ, അങ്ങ് എന്തിനാണ് പെട്ടെന്നൊരു യൂ ടേൺ അടിച്ചത്? സമദൂര സിദ്ധാന്തം പറഞ്ഞുകൊണ്ടിരുന്ന NSS ഇന്ന് LDFന് സപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥ എന്താണെന്നത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകും. ഞങ്ങൾ കള്ളന്മാരല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങയുടെ മരുമകൻ കാണിച്ച ഒരു ചെറ്റത്തരം കൊണ്ട് മാത്രമല്ലയോ അങ്ങിപ്പോൾ വാസവൻ്റെയും പ്രശാന്തിൻ്റെയും കാൽക്കൽ വീഴേണ്ടതും LDFിലേക്ക് പോകേണ്ട വന്ന ഒരവസ്ഥ, LDFന് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നൊരവസ്ഥ മനസ്സിലാവും. ധനലക്ഷ്മി ബാങ്കിലേക്ക് എല്ലാ അക്കൗണ്ടുകളും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ നന്ദി സൂചകമായിട്ട് അങ്ങയുടെ മരുമകന് ഒരു ജോലി കൊടുക്കുകയും അതനുസരിച്ച് അയാൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവന്ന സമയത്ത് ഒരു ചെറിയ ഒരു അക്കടി പറ്റിപ്പോയി. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് വാല്യൂ ചെയ്ത് നോക്കിയപ്പം അത് കള്ളത്തരമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു 3.5 കോടി രൂപ തിരിച്ചടച്ചേക്കാൻ പറഞ്ഞു. 3.5 കോടി രൂപ തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് അയാൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചു, ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് രാജിവെച്ചു. ഇതെല്ലാവരും അറിഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കി ഈ സുകുമാരൻ നായരുടെ മകൾ ഉഷയും രാജിവെച്ചു. അങ്ങനെ വന്നപ്പം ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ബഹുമാന്യനായ മന്ത്രിയും കൂടി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ വന്നപ്പോൾ അയാൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് LDFിലേക്ക് വരാം എന്നുള്ള ഒരു ധാരണയിലേക്ക് വന്ന്, LDFന് സപ്പോർട്ട് ചെയ്യുന്നൊരു ധാരണയിലേക്ക് വന്നു. ഇവിടെ ഒന്നും തനിക്ക് നാണമില്ലടൂ, താൻ ഇറങ്ങിപ്പോവല്ലേ തനിക്ക് നല്ലത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്? താൻ എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് വെറും നമ്മുടെ അദ്ദേഹത്തിൻ്റെ നാരായണപ്പണിക്കരുടെ പെട്ടിതൂക്കിയായിട്ട് വന്ന് നിങ്ങൾ ഇപ്പോൾ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നെങ്കിൽ വളരെ മോശമല്ലേ? ഇനിയെങ്കിലും NSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ ഒരു ഇലക്ഷനിലൂടെ മാത്രം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന അവസ്ഥ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇനി അടുത്തയാളെന്ന് പറയുന്ന ഹരികുമാർ കോയിക്കൽ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കണ്ട് ഇതിൽ ആഗ്രഹമുള്ളവർക്ക് പോലും ഒരു കാര്യം കിട്ടാത്തൊരവസ്ഥ വരികയാണ്. ഇനിയെങ്കിലും ഈ നാണം കെട്ട പരിപാടിയിൽ നിന്ന് മാറി നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയായിരിക്കും മനുഷ്യ നിങ്ങൾക്ക് നല്ലത്. ഞാനൊരു നായരായിരുന്നു. നായർക്ക് കൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾ ചെയ്യാത്ത ഒരു പ്രസ്ഥാനം, നായർ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്നും ഏറ്റവും കൂടുതൽ തണുപ്പത്ത് പൈസയുള്ളവനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനം. ഇനിയെങ്കിലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. നിങ്ങൾക്ക് അറസ്റ്റ് വാറണ്ട് വന്നെന്നുള്ളതിൻ്റെ തെളിവുകൾ പല ആളുകളുടെ കയ്യിലും ഉണ്ടല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ NSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ, അതായത് മന്നത്ത് പത്മനാഭൻ ഊട്ടി വളർത്തിയ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ തകർക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതായിരിക്കും നൽകുക. ഗുഡ് ബൈ. ജയ് ഹിന്ദ്.